ഹായ്, എല്ലാ പേർക്കും നമസ്കാരം. ഇന്ന് ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 വലിയ സവാള, കുറച്ച് 10 കൊച്ചുള്ളി, കറിവേപ്പില, മല്ലിയില, ഒരു ചെറിയ തുണ്ട് ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 5-6 പച്ചമുളക്. ഇതെല്ലാം നമുക്കിതിനകത്ത് വെച്ച് ചോപ്പ് ചെയ്തെടുക്കാം. ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, സവാള, മല്ലിയില എല്ലാം ഇതിൽ വെച്ച് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ പെട്ടെന്ന് വഴറ്റി കിട്ടുകയും ചെയ്യും. നമുക്ക് നല്ല റോസ്റ്റ് ചെയ്യാൻ നേരത്ത് നല്ല ചിക്കനിലിങ്ങനെ പുരണ്ടിരിക്കും. ചിക്കൻ ഞാൻ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് പുരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കണം, അത് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഇതിലെടുക്കുന്നില്ല. ചിക്കൻ നന്നായിട്ട് കഴുകി ഒരു 10-12 കഷ്ണം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കണം. നമുക്കിനി ബാക്കിയും കൂടെ ക്രഷ് ചെയ്തെടുക്കാം. നമ്മളെല്ലാം അരിഞ്ഞെടുത്തു. എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം ഇനി നമുക്ക് ചിക്കൻ വറുക്കാനായിട്ട് വയ്ക്കാം. ഒരു 10 കഷ്ണമൊക്കെ ഉള്ളൂ, എന്നുവെച്ചാൽ കുറച്ച് മതി. ഒരു നേരത്തേക്കൊക്കെ കഴിക്കാൻ കണക്കിന് മതി. ഒന്നാമത് എണ്ണയിൽ വറുത്തൊക്കെ എടുത്തിട്ട് നിറച്ച് എണ്ണ ചേരുന്നതല്ലേ, അപ്പോൾ അത് ഒരുപാട് കഴിക്കുന്നതും അത്ര നല്ലതല്ല. ഇവിടെ എന്നും എന്തെങ്കിലും വേണം. സാധാരണ കറിയായിട്ടാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഇത് വറുക്കുന്നതിൽ എണ്ണ വരുന്നുണ്ട്, നമ്മൾ ഈ പാചകം ചെയ്യുന്നതിലും ആവശ്യത്തിൽ കൂടുതൽ എണ്ണ വരുന്നുണ്ട്. നമുക്കടുത്തതിനെ വറുത്തെടുക്കാം. നമുക്ക് അടുത്ത് ചീനച്ചട്ടി വെച്ചിട്ട് നന്നായിട്ട് ഗ്രേവി ഉണ്ടാക്കാം. വഴറ്റി ഗ്രേവി ഉണ്ടാക്കാം. അതിന് കുറച്ച് വെളിച്ചെണ്ണ, 2-3 വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത് ഇടും കേട്ടോ. പക്ഷേ ഇപ്പോൾ തേങ്ങാക്കൊത്ത് എൻ്റെ കൈവശം ഇല്ല. കറിവേപ്പില, കുറച്ച് കടുക്, അറിയാലോ കടുക് വറുക്കുന്നത്. കടുക് വറുത്ത് അതിൽ ഈ സവാളയെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായി വഴറ്റി നല്ല നല്ല കുഴമ്പ് രൂപത്തിൽ വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിൽ ആവശ്യത്തിന് അരിഞ്ഞു വെച്ചിരുന്ന ടൊമാറ്റോ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ പച്ചപ്പ് മാറിയാൽ മതി. പച്ചപ്പ് മാറിയതിന് ശേഷം നമുക്കിതിൽ ഇതിന് ആവശ്യമായ കൂട്ട്, നമ്മൾ ചിക്കനിലെല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണല്ലോ, ഇതിനാവശ്യമായ 1.5 സ്പൂൺ മല്ലി, ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി പറഞ്ഞല്ല, ഒരു 2 സ്പൂൺ അടുപ്പിച്ച് മസാലപ്പൊടി. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കൂട്ടിട്ട് കൊടുക്കണം. ഇത്രയിട്ട് നന്നായിട്ട് നല്ല പച്ചപ്പ് മണം മാറുന്നത് വരെ വീണ്ടും വരട്ടി
എടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് വറുത്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ പുരട്ടിയെടുത്തതിന് ശേഷം നമുക്കൊരു 1 ഗ്ലാസ്സോ 1.5 ഗ്ലാസ്സോ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം മതി. അത് ഒഴിച്ച് നന്നായിട്ട് ഈ വെള്ളവും ഇതും എല്ലാം കൂടെ നല്ല പിടിച്ച് നല്ല എന്താ പറയുക, നല്ല റോസ്റ്റ് പരുവത്തിൽ വരുന്ന അതുവരെ നമ്മളിതിനെ അടച്ചു വെച്ച് നന്നായിട്ട് ചിക്കനും പ്രത്യേകം വെന്ത് ഉള്ളിയും എല്ലാം പ്രത്യേകം വെന്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തീ കൂട്ടി വെച്ച് രണ്ടും നല്ല കൂട്ടി യോജിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത പണി. രീതിയിലത് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെള്ളം കൂടെ തുറന്ന് വെച്ച് അങ്ങ് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.